ലാബ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെൽനെറ്റ് എന്ന് വെച്ചാണ് നിർത്തിയത്. അപ്പൊ ടെൽനെറ്റും SSHഉം രണ്ടും ചേട്ടൻ മാവ് അനിയൻ മാവ് പോലെയാണ്. രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഈ SSHഉം ടെൽനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ ടെൽനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ റിമോട്ട്ലി കണക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ കാളിലെക്സ് എന്റെ വിൻഡോസ് മെഷീൻ യൂസ് ചെയ്ത് റിമോട്ട്ലി കണക്ട് ചെയ്യിപ്പിക്കാൻ പോവാണ് ടെൽനെറ്റ് യൂസ് ചെയ്ത്. അപ്പൊ എന്റെ വിൻഡോസ് മെഷീൻ യൂസ് ചെയ്ത് വിൻഡോസിന്റെ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ടെൽനെറ്റ് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ലാബ് സോൾവ് ചെയ്യാൻ പോകും. ഈ ടെൽനെറ്റ് എന്തുകൊണ്ടാണ് വൈഡ്ലി യൂസ് ചെയ്യാത്തത്? അപ്പൊ ഒരു ഡൗട്ട് വരും, എന്തുകൊണ്ടാണ് SSH യൂസ് ചെയ്യണത് എല്ലാവരും? ടെൽനെറ്റ് എന്തുകൊണ്ട് എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൽനെറ്റ് കുറച്ചുകൂടി സെക്യൂർ കുറവാണ്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഹാക്കർ മാൻ ഇൻ ദ മിഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് ചിലപ്പം ടൈപ്പ് ചെയ്യണേലും ചിലപ്പം അവന് ക്യാച്ച് ചെയ്യാനും പറ്റും. പിന്നെ ബ്രൂട്ട് ഫോഴ്സും കാര്യങ്ങളും കുറച്ചുകൂടി എളുപ്പമാണ്. ടെൽനെറ്റിൽ ബ്രൂട്ട് ഫോഴ്സ് കാര്യങ്ങളൊക്കെ ലിമിറ്റേഷൻ കുറവാണ്. യൂസർ നെയിം പാസ്വേഡിൽ ലിമിറ്റേഷൻ ഇല്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ലാപ്ടോപ്പ് ഓൺ ആക്കി ബ്രൂട്ട് ഫോഴ്സ് റൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്തോളും ആ ടൈം കഴിയുമ്പോൾ തന്നെ. പിന്നെ ഇതിന് ഇന്ന പാസ്വേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഡിജിറ്റോ 4 ഡിജിറ്റോ അങ്ങനത്തെ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പൊ ക്രാക്ക് ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ നമ്പർ ഓഫ് ചാൻസസ്, അത് ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. SSHന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. SSHന് നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതായത് 3-4 പ്രാവശ്യം റീട്രൈ ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്തേക്കണം സിസ്റ്റത്തില്. അങ്ങനെ ഒരു SSHന് അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതുകൊണ്ടാണ് SSH വൈഡ്ലി യൂസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടിന്റെയും മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ റിമോട്ട്ലി എങ്ങനെയാ കണക്ട് ചെയ്യണേ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ റിമോട്ട്ലി എങ്ങനെ കണക്ട് ചെയ്യണ്ടേ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇതാണ് എന്റെ കളി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വേറൊരു ടൂളും കൂടി പഠിക്കും. അത് ഈ ബാൻഡിറ്റ് എന്ന് പറഞ്ഞൊരു ലാബ് നെക്സ്റ്റ് ലെവൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ടൂളും കൂടി ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അത് വെച്ച് അടുത്ത ലാബും കൂടി സോൾവ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. എന്താണ് ആ ലാബ് ചെയ്യണത്, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ലാബിൽ എന്ന് പറഞ്ഞാൽ ടെൽനെറ്റ് ആയിരുന്നു നമ്മൾ റിമോട്ട്ലി കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണേ. അപ്പൊ നമുക്ക് ആ ലാബിൽ ബാൻഡിറ്റിന്റെ ലാബ് ആദ്യം ഒന്ന് വാക്ക് ത്രൂ പോവാം, അല്ലെങ്കിൽ സോൾവ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഈ ടെൽനെറ്റിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആ ഒരു ലാബ് എന്ന് പറഞ്ഞാൽ. പാസ്വേഡ് ഓഫ് ദ നെക്സ്റ്റ് ലെവൽ ബൈ സബ്മിറ്റിംഗ് ദ പാസ്വേഡ് ഓഫ് ദി കറന്റ് ലെവൽ. നേരത്തെ പാസ്വേഡ് സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് അടുത്ത പാസ്വേഡ് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യണം ലോക്കൽ ഹോസ്റ്റ്, ആ സിസ്റ്റത്തിന്റെ IP അഡ്രസ് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ്, പിന്നെ 30,000 ആണ് ആ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ് 1 മുതൽ 65,535 പോർട്ട് വരെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതൊരു കസ്റ്റം അവർ അസൈൻ ചെയ്തേക്കുന്ന ഒരു പോർട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം ലാബ് ഒന്ന് ചെയ്യാം, എന്നിട്ട് പിന്നെ ടെൽനെറ്റിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ, ടെൽനെറ്റിന്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ടെൽനെറ്റ് സ്പേസ് SSH എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. യൂസർ നെയിം, പിന്നെ IP അഡ്രസ്, പിന്നെ ആ പോർട്ട് നമ്പർ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പോർട്ട് നമ്പർ കൂടി സ്പെസിഫൈ ചെയ്യണം. പിന്നെ എന്റർ ടൈപ്പ് ചെയ്യുമ്പോഴാണ് പാസ്വേഡ് ചോദിക്കുന്നത്. ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ സെയിം, ടെൽനെറ്റ് സ്പേസ് IP അഡ്രസ് കൊടുക്കുക, പിന്നെ ഏത് പോർട്ട് നമ്പർ, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ കട്ട് ചെയ്തിട്ടുള്ള കമാൻഡ്സ് അങ്ങനത്തെ ഒന്നുമില്ല SSH പോലത്തെ. അപ്പൊ ഇതിനകത്ത് ടെൽനെറ്റ് സ്പേസ് ലോക്കൽ ഹോസ്റ്റ് ആണ് പറഞ്ഞേക്കണേ. അപ്പൊ IPയുടെ പകരം അവന്റെ നമ്മളപ്പോ ആ ഒരു വ്യക്തിയുടെ സിസ്റ്റത്തിൽ തന്നെ ഇരിക്കുക. അതുകൊണ്ടാണ് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് തന്നെ ടൈപ്പ് ചെയ്യുന്നത്. അപ്പം ആ ഒരു
IP ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ലോക്കൽ ഹോസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ആ സിസ്റ്റത്തിലോട്ട് ആക്സസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ ലോക്കൽ ഹോസ്റ്റ് സമയത്ത് IP ടൈപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ റിയൽ ലൈഫ് ഡെമോയിൽ ഞാൻ കാണിച്ചത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ആ സിസ്റ്റത്തിൽ തന്നെ ഇരിക്കുക. വിക്ടിന്റെ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് തന്നെയാണ് നിങ്ങൾ ലോക്കൽ ഹോസ്റ്റ് കണക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആ വിക്ടിന്റെ ഒന്നെങ്കിൽ IP 127. അതായിരിക്കും ലോക്കൽ ഹോസ്റ്റ്, അതിനെയാണ് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ആ പറഞ്ഞേക്കണ കസ്റ്റമായിട്ട് പറഞ്ഞേക്കണ പോർട്ട് നമ്പർ 30,000 വൺസ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പഴയ പാസ്വേഡ് ടൈപ്പ് ചെയ്യണമെന്നാണ്. അപ്പൊ പഴയ പാസ്വേഡ് നമ്മൾ ഇവിടെ കൊടുത്ത് ഇത് കുറച്ചു നേരം ഒന്ന് എൻ്റർ അടിച്ച് കഴിയുമ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. അവിടെ നിന്ന് റിപ്ലൈ വല്ലതും കിട്ടുന്നുണ്ടോ നോക്കാം. ഇച്ചിരി ടൈം എടുക്കും, കാരണം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് റിട്രീവ് ചെയ്ത് തരും. വേണ്ട, ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഉത്തരം. നമ്മൾ ആ പറഞ്ഞേക്കുന്ന ആ വേർഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ ആയിട്ട് അവർ നമുക്ക് പാസ്വേഡ് തന്നത്, അല്ലെങ്കിൽ നമുക്ക് തരത്തില്ലായിരുന്നു. ഇനി ഇത് റിയൽ ലൈഫിൽ എങ്ങനെയാ ചെയ്യണേന്ന് അതാണ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ റിയൽ ലൈഫിന്റെ കേസിൽ അപ്പൊ ഇതാണ് ശരിക്കും ടെൽനെറ്റില് ജസ്റ്റ് കണക്ട് ചെയ്തപ്പോ അവിടുന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ബാൻഡ്വിഡ്ത്തിന്റെ, അതായത് ആ സിസ്റ്റത്തിന്റെ പാസ്വേഡ് ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. ആ ഇൻപുട്ട് ചെയ്തപ്പോൾ നമുക്ക് റിപ്ലൈ ആയിട്ട് കറക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ ആയിട്ട് അടുത്ത ലെവലിന്റെ പാസ്വേഡ് തന്നത്. അങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കണത്. ഇനി നമുക്ക് അത് റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് എന്റെ റിയൽ ലൈഫിലെ കാളി മെഷീൻ. ഏകദേശം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്റെ കാളി മെഷീൻ. കാളി വിൻഡോസ് കൂടി രണ്ടും സൈഡ് ബൈ സൈഡ് ആയിട്ട് വെക്കാം. ഓക്കെ, ഇതെന്റെ കാളി മെഷീൻ. ഇടതുവശത്ത് കാണുന്ന നിങ്ങളുടെ ആ ഗൂഗിൾ മീറ്റിന്റെ വിൻഡോസിന്റെ മെഷീൻ. അപ്പൊ വിൻഡോസ് മെഷീന്റെ കമാൻഡ് പ്രോംപ്റ്റ് ഞാൻ ഓപ്പൺ ആക്കാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ അപ്പൊ സെർവറുകൾ, അപ്പം ടെൽനെറ്റ് എന്ന് പറഞ്ഞ് മിക്ക പഴയ ഗവൺമെന്റ് വെബ്സൈറ്റിലായാലും അല്ലെങ്കിൽ പഴയ സ്ഥാപനങ്ങളിലായാലും ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്ന ടെൽനെറ്റ് എന്ന് പറഞ്ഞൊരു കണക്ഷനാണ്. കാരണം സെറ്റ് ചെയ്യാൻ വലിയ സമയമൊന്നുമില്ല. SSH എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിനകത്ത് കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി സെക്യൂർ ആക്കാനുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. SSH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൽനെറ്റ് ജസ്റ്റ് സിംപ്ലി സെറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അത് കണക്ട് ആയിക്കും. അതിനകത്ത് വലിയ സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും അതിനകത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ സപ്പോസ് നമ്മുടെ ഈ വലതുവശത്തിരിക്കുന്നത് നമ്മൾ ഈ അറ്റാക്ക് ചെയ്യാൻ പോണ മെഷീൻ, അതായത് എന്റെ കാളി മെഷീനെ സെർവർ ആക്കുക. അപ്പൊ സപ്പോസ് ആ കാളി മെഷീനിൽ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് റണ്ണിങ് ആണെന്ന് വിചാരിക്കുക, ഒരു ടെൽനെറ്റ്. അപ്പൊ ടെൽനെറ്റിന്റെ ഒരു ഡിഫോൾട്ട് പോർട്ട് നമ്പർ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല 1 മുതൽ ഒരു 1024 വരെ ഒരു അതിന്റെ മെയിൻ ആയിട്ട് കുറച്ച് പോർട്സ് ഒന്നും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1 തൊട്ട് ഒരു 100 വരെ ഒരു പോർട്സ് ജസ്റ്റ് ബൈഹാർട്ടായിട്ട് പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ടെൽനെറ്റ് എന്ന് പറഞ്ഞൊരു പോർട്ട് റൺ ചെയ്യണേ 23-ലാണ്. ആ 23-ാം നമ്പറിലാണ് ടെൽനെറ്റ് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു വെബ്സൈറ്റ് റണ്ണിങ് ആണ്, കാളിയിലൊരു വെബ്സൈറ്റ് റണ്ണിങ് ആണ്. ഒരു വെബ്സൈറ്റ് റണ്ണിങ് ആണ്, ജസ്റ്റ് അസ്യൂം ചെയ്താൽ മതി. അതിനകത്തൊരു പോർട്ട് നമ്പർ ടെൽനെറ്റ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഡെവലപ്പറിന് വീട്ടിൽ ഇരുന്നാലും ഇതിനകത്ത് കണക്ട് ചെയ്താലും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാം, എന്നിട്ട് അത് ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ആ ടെൽനെറ്റിന്റെ ആ ഒരു ഇൻഫർമേഷൻ വെച്ചാണ് നമ്മൾ വിൻഡോസിൽ ഒരാള് ഇപ്പൊ ഹാക്കർ ഇപ്പൊ വിൻഡോസ് യൂസ് ചെയ്താലും കാളിയിലോട്ട് കയറാൻ പോവാന്ന് വിചാരിച്ചു. ടെൽനെറ്റ് സ്പേസ് ആദ്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ വിക്ടിമിന്റെ IP അഡ്രസ് നമുക്ക് വേണം. അപ്പൊ ലോക്കൽ ഹോസ്റ്റ് ആണ് നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്തത്. പക്ഷെ നമ്മൾ ആ വിക്ടിമിന്റെ സിസ്റ്റത്തിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വിക്ടിമിന്റെ യഥാർത്ഥ IP അറിയണം. അപ്പൊ നമുക്ക് ആ IP നോട്ട് ചെയ്യാം. ഇതാണ് IP അഡ്രസ്. ഇത് ഭദ്രമായിട്ട് അതേപോലെ ജസ്റ്റ് നോട്ട് ചെയ്ത് തരാം. അപ്പൊ ഈ IP അഡ്രസ് ആണ് നമ്മൾ യൂസ് ചെയ്യണേ റിമോട്ട്ലി കണക്ട് ചെയ്യാൻ. ടെൽനെറ്റ് സ്പേസ് 192.168.1.9 ആണ് IP അഡ്രസ്. ഇനി അടുത്ത പോർട്ട് നമ്പർ ഇതാണ്. അപ്പൊ ടെൽനെറ്റ് സ്പേസ് IP അഡ്രസ് സ്പേസ് പോർട്ട് നമ്പർ. പോർട്ട് നമ്പർ എന്താ ഡിഫോൾട്ട് ആയിട്ട് 23. ഇതാണ് കമാൻഡ്, ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എനിക്ക് അതായത് റിമോട്ട് കണക്ഷൻ ഏകദേശം റെഡിയായി. പക്ഷെ ഇങ്ങനത്തെ ക്രൈറ്റീരിയ കൊടുത്തു. ഇവിടെയാണ് ടെൽനെറ്റ് SSH തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ടെൽനെറ്റിൽ ഇത് നമുക്ക് നേരത്തെ ഒരു പയ്യൻ പറഞ്ഞാൽ ഹൈഡ്ര എങ്ങാണ്ട് അവൻ ലാബ് ചെയ്യുന്നുണ്ട്. ഹൈഡ്ര യൂസ് ചെയ്ത് നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ യൂസർ നെയിം പാസ്വേഡ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നല്ല സമയം എടുക്കും. അത് നിങ്ങളെ ലാസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് അറിഞ്ഞാൽ മതി. അത് നമുക്ക് ഹൈഡ്ര യൂസ് ചെയ്ത് നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് ഇതിനെ പാസ്വേഡ് ബ്രേക്ക് ചെയ്യാൻ നോക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഓൺ ആക്കിയിട്ടാൽ അത് ഇതിന് അങ്ങനെ ലിമിറ്റേഷൻ ഒന്നും ഇല്ല. ഇത്രയും കഴിയുമ്പോൾ ബ്ലോക്ക് ചെയ്യോ അങ്ങനെ ഒന്നുമില്ല. SSHന് അങ്ങനെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 3 attempts കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. കാളി ഇതിനകത്ത് നമുക്ക് അറിയാവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കയറുവാണ്. പാസ്വേഡും ചോദിക്കും.
കണ്ട. അപ്പൊ ഞാനിപ്പോ കാളിയിലാണ് കയറിയിരിക്കുന്നത്. കാര്യം ശരിയാണ്, കണക്ഷൻ ഒന്നും റിലയബിൾ അല്ല. എപ്പോ വേണമെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നെറ്റില്. ഒരു കണക്ഷൻ ഒരു റിലയബിലിറ്റി കുറവാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കണക്ഷൻ ബ്ലോക്ക് ആവാൻ ഡ്രോപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ വിൻഡോസ് ഇരുന്ന് കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ കാളീനെ ഞാൻ മോണിറ്റർ ചെയ്യുകയാണ്. വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാളീനെ ഷട്ട് ഡൗൺ ചെയ്യാനും പറ്റും. എനിക്ക് ഷട്ട് ഡൗൺ -H പാസ്വേഡ് ആൻഡ് കണ്ട ഷട്ട് ഡൗൺ ആയതാണ്. ഇത്രയേ ഉള്ളൂ ടെൽനെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ ടെൽനെറ്റ് ഇങ്ങനെയാണ് റിമോട്ട്ലി കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് SSH എല്ലാവരും യൂസ് ചെയ്യുന്നത്. SSH കുറച്ചുകൂടി റിലയബിൾ ആണ്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ടെൽനെറ്റിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് മനസ്സിലായും ചെയ്ത് SSHന്റെ അത് തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണാമായിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങളും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. നല്ല രസമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും കാളി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ജസ്റ്റ് മിനിമൈസ് ചെയ്താൽ മതി. ബാക്കി വിൻഡോസിലെ CMD വെച്ച് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഇനീഷ്യലി സ്റ്റെപ്സ് ഇതൊക്കെ ഏകദേശം നിങ്ങൾക്ക് ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിമോട്ട്ലി കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് കാര്യങ്ങൾ. അപ്പൊ ടെൽനെറ്റ് SSH എത്ര ഫെമിലർ ആകാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ ടൂൾ വെച്ചാണ് നിങ്ങൾ റിമോട്ട് ആക്സസ് ചെയ്യണത്. ഇനീഷ്യലി സിസ്റ്റംസ് ഒക്കെ നിങ്ങൾ റിമോട്ട്ലി കൺട്രോൾ ചെയ്യുന്ന ഈ 2 ടൂൾസ് വെച്ചാണ്, ടെൽനെറ്റും SSH വെച്ചാണ് നിങ്ങൾ ചെയ്യണം. ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ നോക്കുക. കുറച്ചുകൂടി നിങ്ങൾ മീൻസ് എക്സ്റ്റെൻഡ് ആയിട്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വഴി വേണമെങ്കിലും നമുക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിൽ റൺ ചെയ്യുന്ന കാളീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സെയിം രീതിയിൽ തന്നെ SSH യൂസ് ചെയ്താലും ടെൽനെറ്റ് യൂസ് ചെയ്താലും നമ്മുടെ ഫോണിന്റെ ടെർമിനൽസ് യൂസ് ചെയ്താലും നമുക്ക് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും അത് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സാപ്പിൽ ഇട്ടാൽ മതി. ഞാനത് ഈ വെള്ളിയാഴ്ച നമുക്ക് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷനും ചെയ്തുതരാം കേട്ടോ. നിങ്ങൾക്ക് ഫോൺ വഴി ജസ്റ്റ് ലാപ്ടോപ്പ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഫോൺ വഴി തന്നെ നിങ്ങൾക്ക് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. പോർട്ട് ഫോർവേഡിംഗ് എന്ന് പറഞ്ഞൊരു ഐഡിയ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലാപ്ടോപ്പ് പവർ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെ പോയിരുന്നാലും നിങ്ങൾക്ക് ആ ലാപ്ടോപ്പ് നിങ്ങളുടെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ആ ലാപ്ടോപ്പ് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെയാണ് ഈ പോർട്ട് ഫോർവേഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് കുറച്ചുകൂടി എക്സ്ട്രീം ആണ്. കൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഗൈഡ് ചെയ്ത് തരാം. നിങ്ങൾ അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ബേസിക്സ് കുറച്ച് മനസ്സിലാക്കുക. നെറ്റ്വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. പോർട്ട് ഫോർവേഡിംഗ് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കുക. ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ആരെങ്കിലും ചെയ്യാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ റിമോട്ട്ലി കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഇഷ്യൂ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഇനിയാണ് നമ്മൾ അടുത്ത ബാൻഡിത്തിലോട്ട് പോണേ. അടുത്ത ബാൻഡിത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് പിന്നെ അത് ബേസ് ചെയ്തുള്ള ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഒന്ന് ഫെമിലർ ആവാം. അപ്പൊ ഇത് ബൂട്ടാണ് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതിപ്പോ ഒരേ നെറ്റ്വർക്കിലുള്ളതല്ലേ ചെയ്തിരിക്കുന്നത്? അതന്നെടാ, ഇത് ഒരേ ലോക്കൽ നെറ്റ്വർക്കില്ല, ഒരേ വൈഫൈയുടെ കീഴിലാണ് ഇത് എല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഔട്ട്സൈഡ് ദ നെറ്റ്വർക്ക് നീ ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പോർട്ട് ഫോർവേഡിംഗ് ഐഡിയ ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ടൂൾ ഉണ്ട്, സീറോ ടയർ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. എന്റെ സ്ക്രീൻ കാണാൻ പറ്റുവാണെങ്കിൽ സീറോ ടയർ എന്ന് പറഞ്ഞ് ഈ ഒരു ടൂൾ ഉണ്ട്. ഇത് യൂസ് ചെയ്യാൻ നിനക്ക് അറിയുവാണെങ്കിൽ ഇത് ഫുള്ളി ക്ലൗഡ് ബേസ് ചെയ്തുള്ള ഒരു പോർട്ട് ഫോർവേഡിംഗ് മെത്തേഡാണ്. ഒരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിംഗ് പോലത്തെ ഫ്രീ ആണ് കേട്ടോ. സ്റ്റാർട്ടിങ് ആദ്യം ഫ്രീ ആണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു 4 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 4 ഡിവൈസ് ഇതിനകത്ത് ക്ലൗഡ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡിവൈസ് നിന്റെ വീട്ടിൽ ഇട്ടാൽ മതി. ബാക്കി നിനക്ക് ഫോണിലായാലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഇതെങ്ങനെ ചെയ്യണം, ഇതിന്റെ കണക്ടിവിറ്റി എങ്ങനെ കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഗ്രാഫിക്കലി ആണോ അതോ കമാൻഡ് ബേസ്? ഇത് ഗ്രാഫിക്കലി കേട്ടോ. ഇതിനകത്ത് UI ഉണ്ട്, യൂസർ ഇന്റർഫേസ് കൺട്രോൾ. അപ്പൊ എത്ര ഡിവൈസ് കണക്ട് ചെയ്തേക്കണേ ഇതിനകത്ത് ചാർട്ട് പോലെ കാണാൻ പറ്റും. എത്ര ഡിവൈസ് നീ കണക്ട് ചെയ്തേക്കണേ ചാർട്ട് പോലെ കാണാൻ പറ്റും. അത് ഓൺലൈൻ ആണ്, സെക്യൂർ ആണ്, കുഴപ്പമില്ല. മിക്ക എല്ലാവരും ഞാനും എന്റെ സർവർ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് റണ്ണിങ്ങനെ 3 വർഷമായിട്ട് ഇതിനകത്ത് തന്നെ. ഇപ്പോഴും സെക്യൂർ ആണ് സംഭവം, കുഴപ്പമില്ല. പൈസ കൊടുക്കാതിരുന്നാൽ മതി. 25 ഡിവൈസ് ആവും. എനിക്കത് 10-15 ഡിവൈസ് കണക്ട് ചെയ്യുമ്പോഴാണ് അവർ പൈസ ചോദിക്കണേ. അല്ലാതെ 4-5 ഡിവൈസ് ഒക്കെ ആണെങ്കിൽ ഫ്രീ ആട്ടോ. ഫ്രീ ടയർ തന്നെ യൂസ് ചെയ്താൽ മതി, ഇതിന് പൈസ ഒന്നും കൊടുക്കല്ലോ. ഓക്കെ.
ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്ത ബാൻഡിത്ത് സോൾവ് ചെയ്യാനായിട്ടുള്ള അതിന്റെ ഒരു ഔട്ട്ലുക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ടൂള് കാര്യങ്ങളൊക്കെ ഫെമിലർ ആവാം. അപ്പൊ അതിലോട്ടാണ് പോണേ. അപ്പൊ ഈ ബാൻഡിത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണത്. അപ്പം ഈ SSL/TLS എൻക്രിപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ആ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യണത്. അപ്പൊ ആദ്യം ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻക്രിപ്ഷൻ ആ ഒരു ലെവലിൽ വരണയാണ് ഇത്. SSL/TLS ഇപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രൗസറും ഈ ഒരു എൻക്രിപ്ഷൻ ലെവലിലാണ് ഇപ്പൊ യൂസ് ചെയ്യണത്. ആരെങ്കിലും ഈ കൂട്ടത്തിലുള്ളവർ എനിക്കത് ക്ലിക്കായി കാണുമായിരിക്കും എന്തായിരിക്കും. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പം ഈ ഒരു ലെവൽ ചെയ്യണമെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പൊ അതിനകത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ആ കീവേഡ് ടൈപ്പ് ചെയ്താലേ നമുക്ക് അത് കമ്മ്യൂണിക്കേഷൻ മൊത്തം എൻക്രിപ്റ്റഡ് ആയിരിക്കും. നേരത്തെ ചെയ്ത പോലെ ടെൽനെറ്റിനകത്ത് നമ്മൾ പാസ്വേഡ് കൊടുത്ത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് അടുത്ത പാസ്വേഡ് കിട്ടി. അതേപോലെ തന്നെ ആ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻക്രിപ്ഷൻ ഉള്ളതല്ലായിരുന്നു. അപ്പം മാൻ ഇൻ ദ മിഡിൽ, അതായത് ആ നെറ്റ്വർക്കിൽ ആരെങ്കിലും ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവന് വേണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫ്രേസസ് എല്ലാം കിട്ടും, പാസ്വേഡും കാര്യങ്ങളെല്ലാം കിട്ടും. ഇത് അത് റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു എൻക്രിപ്ഷൻ ലെവൽ ബേസ് ചെയ്താണ് ഇത് ചെയ്യണത്. അപ്പൊ ഈ ലാബ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇതെന്താന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് ഈ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഹാക്കർ വാച്ച് ചെയ്യണേ, എങ്ങനെയാണ് ഇത് മാൻ ഇൻ ദ മിഡിൽ, അതായത് ആ നെറ്റ്വർക്കിൽ കയറി എങ്ങനെയാണ് ഇത് ഒബ്സർവ് ചെയ്യണേ, എല്ലാവരുടെയും നീക്കങ്ങൾ, കാര്യങ്ങൾ, പാക്കറ്റ്സ് എങ്ങനെയാ ഫ്ലോ ചെയ്യണേ, ഇന്റർനെറ്റിൽ ഒരാൾ ബ്രൗസ് ചെയ്യണേ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണേ. അതിനൊരു ടൂൾ ഉണ്ട്. ആ ടൂൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 2 മിനിറ്റ് സമയം തരാം. ഞാൻ അപ്പോഴത്തേക്ക് ഈ ഒരു ഡിസ്പ്ലേ ഒന്ന് റെഡി ആക്കട്ടെ. ചാറ്റിലിട്ടാലും മതി കേട്ടോ, പറയാൻ പറ്റില്ലെങ്കിൽ ചാറ്റിലിട്ടാലും മതി. ഒരു ടൂൾ ഉണ്ട്, അതിനകത്ത് നമുക്ക് ഈ ഇന്റർനെറ്റിൽ പോണ സകല കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നെറ്റിൽ പോണ എല്ലാ പാക്കറ്റ്സ് കാര്യങ്ങളും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. നമ്മുടെ നെറ്റ്വർക്കിൽ പോണ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. വയർ ഷാർക്ക് കറക്റ്റ് പഠിപ്പിച്ചായിരുന്നോ? വയർ ഷാർക്ക് വല്ലതും പഠിപ്പിച്ചായിരുന്നു? ഞാൻ പഠിപ്പിച്ചില്ല. കഴിഞ്ഞ ക്ലാസ്സിലോട്ടും പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ 2 ക്ലാസ് മുമ്പ് വയർ ഷാർക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റുകൾ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ 5 പോസ്റ്റ് ആയിട്ട് ഒറ്റയടിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിലിങ്ങനെ ഒരു ടൂളിനെ കുറിച്ചൊക്കെ എഴുതിക്കുന്നത് വായിക്കാറുണ്ട്. ഓക്കെ. വയർ ഷാർക്ക് നല്ലൊരു ടൂളാട്ടോ അത്. അപ്പൊ കമ്പ്യൂട്ടർ ചെയ്ത് ഒരു ഇവന്റ് മാതിരി ഓരോ ചെയ്യണതിന് ഒരു ഇവന്റ് എന്നാണ് പറയാ. അപ്പൊ അതിന് ഓരോ ചെയ്ത് തുറന്നൊക്കെ അതൊക്കെ നോക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു ഒരു ലോക്ക് ഫയൽ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ. കറക്റ്റ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇടയ്ക്ക് നിങ്ങളുടെ പഴയ ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് എന്തോ ഒരു അതിന് മുമ്പിലത്തെ കണ്ടാണ്, ഏതൊരു CPTയുടെ ബാച്ചാണ് ഏതാണെന്ന് അറിയത്തില്ല, സിസ്റ്റം ഹാങ് ആവുന്നുണ്ടായിരുന്നു. അപ്പം ടൊറന്റിൽ നിന്നൊക്കെ ഫയലൊക്കെ ടൊറന്റ് ഒക്കെ റണ്ണിങ് ആയിരുന്നു. അപ്പൊ അതൊന്നും ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് ഡൗൺലോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യണം. കാരണം അതിനകത്ത് സീഡിങ്ങും പിയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് പോസ് ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ സീഡിങ്സ് പോയിക്കൊണ്ടിരിക്കും. അതായത് കണക്ഷൻസ് ഇങ്ങനെ എസ്റ്റാബ്ലിഷ്. അപ്പം അതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ, ടൊറന്റിൽ നിന്ന് ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്തേക്കണം. അല്ലെങ്കിൽ സീഡിങ്സ്, ചിലർ സീഡിങ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സീഡിങ്സിലോട്ട് പോകും, അല്ലെങ്കിൽ പിയറിംഗിലോട്ട് പോകും. ഈ 2 തമ്മിലുള്ള വ്യത്യാസം ആർക്കെങ്കിലും അറിയാമോ? സീഡിങ്സ് എന്താണ്, പിയറിംഗ് എന്താണ്? ടൊറന്റ് യൂസ് ചെയ്യാറുണ്ടോ? എല്ലാ ടെലിഗ്രാമിലുള്ള കാലഘട്ടമുള്ള ആളുകളായിരിക്കും. പണ്ട് പഴയ കാലഘട്ടമുള്ള ആളുകൾ, എന്നെ പോലെ ആളുകളൊക്കെ ടൊറന്റ് യൂസ് ചെയ്യാറുണ്ട്. എന്റെ കാലഘട്ടമുള്ള ആളുകളൊക്കെ ടൊറന്റ് ആ സമയത്തൊക്കെ ഉള്ളതാ. ടെലിഗ്രാമിന് മുമ്പുള്ള സംഭവം ഇത്. ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അതിനകത്ത് സീഡിങ്സും പിയറിങ്സും എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സീഡിങ്സ് നമ്മള് ഡൗൺലോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഓണാക്കി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മുടെ എത്രയാണോ എടുത്തിരിക്കുന്നത് അതിൽ നിന്നും കൂടി കുറച്ച് വഹിക്കാനുള്ള ഒരു അവസരം അല്ലേ? അതന്നെ. അതായത് അവർക്ക് ഡൗൺലോഡിങ് എളുപ്പമായിരിക്കും. അതാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. ടോർനലിന് ശരിക്കും ഇതില്ലല്ലോ, സർവർ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഇത് ബിറ്റ്സ് ആൻഡ് പീസസ് ആ. അതായത് ഇപ്പം ഒരു ഗെയിമിന്റെ ഒരു ഫയല് ഒരു 10 MB തൃശ്ശൂർ ആണെങ്കിൽ ബാക്കി 20 MB അവിടെ ആയിരിക്കും.
30 MB അവിടെ നിന്നായിരിക്കും, വേറെ എവിടെയെങ്കിലും രാജ്യത്ത് നിന്നായിരിക്കും. അപ്പൊ അവിടെ നിന്നെല്ലാം ബിറ്റ്സ് ആൻഡ് പീസസ് എല്ലാം കൂടി അസൈൻ ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. കാരണം ഇതിന്റെ മെയിൻ റീസൺ ട്രേസിംഗും നടക്കത്തില്ല ഇതില്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തേക്കുന്നത്. ടൊറന്റ് എല്ലാം റൺ ചെയ്യണേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇങ്ങനെ നോഡ് വെച്ചാണ് റൺ ചെയ്യണേ. അപ്പൊ സീഡിങ്സും കാര്യങ്ങളും എന്താ ഡൗൺലോഡ് കഴിഞ്ഞാലും നെറ്റ് നമ്മുടെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ സീഡിങ്സ് കൂടുന്നതനുസരിച്ച് വേറൊരാൾ ഇതേ സെയിം ഗെയിം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവന് സ്പീഡ് കൂടുതലായിരിക്കും. നേരെ മറിച്ച് പീറിങ്സ് ആണെങ്കിൽ അതിന്റെ നേരെ വിപരീതമായിട്ടാണ്. അത് അത്രയും ലാഗ് ചെയ്തായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഒരാൾ ഡൗൺലോഡ് ചെയ്തതിന്റെ അതിന്റെ ഇരട്ടി സ്പീഡ് വേണം മറ്റേ ആ ഒരു ഗെയിം ഡൗൺലോഡ് പിയറിംഗ് ആണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ക്രിപ്റ്റോ മൈനിങ് ഒക്കെ നടക്കുക. അതായത് നമ്മൾ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് വൺസ് ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ചെറിയൊരു ഫയലും കൂടി വരുമായിരുന്നു. അത് ക്രാക്കിന്റെ രൂപത്തിലോ അങ്ങനെ എന്തെങ്കിലും ഫയൽ വൺസ് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷന്റെ ചെറിയൊരു അംശം അത് യൂസ് ചെയ്യാറുണ്ട് മൈനിങ് ആയിട്ട്, ക്രിപ്റ്റോ മൈനിങ് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിസ്റ്റം ഒക്കെ ഹാങ് ആയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വല്ല ഫിഷിംഗ് ടൂളോ വല്ല ഗെയിമിന്റെ ആ സൈഡിൽ കയറ്റി വെച്ചായിരിക്കും. അപ്പൊ എന്താ പറയുക, നിങ്ങൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡാറ്റയും കൂടി അത് വലിച്ചെടുക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നെറ്റ് ഈവൻ ദോ നെറ്റ് ഓൺ ആയാലും പോലും നിങ്ങളുടെ ഇൻഫർമേഷൻ കൂടി ആ നെറ്റ് വഴി കൂടി മീൻസ് ആ നെറ്റ് യൂട്ടിലൈസ് ചെയ്ത് അറ്റാക്കറുടെ അടുത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നം കാരണം ഇതിന്റെ ഒരു മെയിൻ അറിയാനുള്ള രീതി എന്ന് പറഞ്ഞാൽ ഒന്ന് സിസ്റ്റം എക്സസീവ് ആയിട്ട് ഹീറ്റ് ആകാൻ തുടങ്ങും, പിന്നെ പെർഫോമൻസ് സ്ലോ ആകാൻ തുടങ്ങും, നെറ്റ് നല്ലോണം, മൂന്നാമത്തെ കാര്യം നെറ്റ് നല്ലോണം വലിക്കും. ഈവൻ ദോ നിങ്ങൾ ആ ജിമെയിൽ മാത്രമാണ് നോക്കണമെങ്കിലും പക്ഷെ നിങ്ങളുടെ നെറ്റ് നല്ലോണം കൺസ്യൂം ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചാണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ എങ്ങനെ ഇത് മനസ്സിലാക്കും ഇതൊരു അറ്റാക്ക് ആണ്? അപ്പൊ അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഒരാൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഡാറ്റ എന്തായാലും സെർവറിലോട്ട് പോകുന്നുണ്ടല്ലോ. ആ സെർവറിലോട്ട് പോണേല് ആ ഒരു പാക്കറ്റ് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് കോഴ്സ് എവിടാന്ന് മനസ്സിലാവും. അപ്പം ചെയ്തപ്പം ഏതോ ഒരു ഗെയിം എങ്ങാണ്ട് ബേസ് ചെയ്ത് ആ ഗെയിമിൻ എപ്പോഴും ഓണായി തന്നെ കിടക്കുമായിരുന്നു. ഈവൻ ദോ അവൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി തന്നെ കിടക്കുമായിരുന്നു, അത് അറിഞ്ഞില്ലായിരുന്നു. അപ്പൊ പാക്കറ്റ് ക്യാപ്ചർ ചെയ്തപ്പോൾ അതിനകത്ത് ഒരു IP കിട്ടി. അപ്പൊ IP വെച്ച് ഇന്ന സെർവർ ആണെന്ന് മനസ്സിലാക്കി. അപ്പം അത് നോക്കിയപ്പോൾ മനസ്സിലായി അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ IP ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നെറ്റ് ആദ്യം വയർഷാർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ റിക്വസ്റ്റ് അങ്ങോട്ട് പോകേണ്ടത്. അതായത് നിങ്ങളാണ് അങ്ങോട്ട് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടുന്ന് ആരും ഇങ്ങോട്ട് റിക്വസ്റ്റ് വരില്ല. അതായത് ഗൂഗിൾ നിങ്ങളെ ആദ്യം റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഗൂഗിൾ നിങ്ങൾക്ക് വെബ് പേജ് വരുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും വയർഷാർക്ക് ഓപ്പൺ പാക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ എപ്പോഴും ഒരു പാക്കറ്റ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങളായിരിക്കണം. നിങ്ങൾ തുടങ്ങി വെച്ചുകൊണ്ടാണ് അവിടുന്ന് റിപ്ലൈ കിട്ടുന്നത്. നേരെ മറിച്ച് വേറെ എവിടെയെങ്കിലും സെർവറിൽ നിന്നാണ് നിങ്ങൾക്ക് റിപ്ലൈ വന്നെങ്കിൽ അത് ഫസ്റ്റ് ഇൻസിഡന്റ് ആണ്, അറ്റാക്ക് ചെയ്ത് വിടേണ്ട ഒരു ഫസ്റ്റ് ഇൻസിഡന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ആ പാക്കറ്റ് എങ്ങനെയാന്ന് നോക്കാം, ക്യാപ്ചർ ചെയ്യണ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അങ്ങനെ വെച്ച് മനസ്സിലാക്കി എന്നിട്ട് ടാസ്ക് മാനേജറിൽ പോയി ആ ഗെയിം കംപ്ലീറ്റ് അൺഇൻസ്റ്റാൾ ചെയ്യും. അതാണ് ആ കേസ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ വല്ല പ്രശ്നം വല്ല ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയഗ്നോസ് ചെയ്യും. ഇപ്പൊ മോഡേൺ രീതിയിൽ ഇപ്പം ടെലിഗ്രാം വഴിയൊക്കെയാണ് വരണേ. അപ്പൊ അതുകൊണ്ട് നല്ല കെയർഫുൾ ആയിട്ട് ഇരിക്കണം കേട്ടോ. കാരണം ഈ ഒരു യുഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമാണ്. ടെലിഗ്രാം ഇപ്പൊ ബോട്ട് ആർമിയൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം മനുഷ്യന്മാരുടെ ആവശ്യമില്ല. ഇനിയിപ്പോ AI തന്നെ അറ്റാക്ക് ചെയ്തോളും, AI തന്നെ ഡിഫെൻഡും ചെയ്തോളും. ഓക്കെ, അപ്പൊ വിൻഡോസ് യൂസ് ചെയ്യുന്നവര് വയർ ഷാർക്ക് എന്ന് പറഞ്ഞ് വിൻഡോസ് ടൈപ്പ് ചെയ്യാം. ഉണ്ടാടാ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ വല്ല അറ്റാക്ക് വല്ല നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും വല്ല പ്രശ്നം വല്ല ഉണ്ടോ ലാപ്ടോപ്പില്? സ്ലോ ആണെയും അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഓക്കെ, ടെലഗ്രാമും ടൊറന്റ് ഇപ്പോഴും യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ടൊറന്റ് ഇപ്പോഴും യൂസ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? ടൊറന്റ് ഇല്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല, ടെലിഗ്രാം തന്നെ. പിന്നെ ടെലഗ്രാം തന്നെയാണല്ലേ? പിന്നെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യാനായിരുന്നു വിൻഡോസിന്റെ. അപ്പൊ ഗെറ്റ് ഇൻ ടു മൈ PC, പിന്നെ ഫയൽ ഹിപ്പോ അതൊക്കെ ഇപ്പൊ കൂടുതൽ യൂസ്. ഓക്കെ, ടീം വിയർ അതൊക്കെയാണ്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല, ടീം വ്യൂവർ ഇല്ല. ഓക്കെ, എനി ഡെസ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ വിൻഡോസിലാണെങ്കിൽ വയർ ഷാർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നേരെ വെബ്സൈറ്റിൽ പോവാ. വെബ്സൈറ്റിൽ ലിങ്ക് അയച്ചു തരാം.
ഇതിനകത്ത് വിൻഡോസ് 64 ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഡൗൺലോഡ് ആയിക്കോളും. പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ, ഫ്രീയാ. പണ്ട് കാലത്ത് തൊട്ടേ ഫ്രീ ആയത്. ഡൊണേഷൻ അങ്ങാണ്ടാ ചോദിക്കണം, ഒന്നും കൊടുക്കണ്ട, എല്ലാം ഫ്രീ ആയത്. ഓക്കെ, ഡൗൺലോഡ് ചെയ്യേണ്ട കളിക്കല്ലോ. വിൻഡോസ്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ വിൻഡോസ് കൂടി പഠിപ്പിക്കണേ? കാരണം നിങ്ങളുടെ ആദ്യത്തെ പാക്കറ്റ് വീഴുന്ന വിൻഡോസിലാട്ടോ വീഴുന്നത്. കാരണം നിങ്ങളുടെ വിൻഡോസ് ആണ് മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുകൊണ്ടാണ് ഞാൻ വിൻഡോസിൽ ഇൻസ്റ്റാളേഷൻ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാളിയിലും പഠിപ്പിക്കാം. കാളിയിൽ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക, ആ പാക്കറ്റ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ കാളിയിലാണ് ഉള്ളത്. അപ്പൊ അത് വിൻഡോസിൽ നിങ്ങൾക്ക് അഥവാ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ, അപ്പൊ വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് കാളിയിലോട്ട് കൂടി നോക്കാം. അപ്പൊ ഏകദേശം രണ്ടിന്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എല്ലാം നെക്സ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ വയർ ഷാർക്ക് എന്ന് പറഞ്ഞ് ഇതേപോലത്തെ ഒരു സിമ്പിൾ വരും. ജസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലത്തെ ഒരു ഇന്റർഫേസ് ആണ്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ഏത് മീഡിയത്തിലാണ് ആദ്യം കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ സപ്പോസ് കേബിൾ വഴിയാണ് കണക്ട് ചെയ്തെങ്കിൽ ഇവിടെ ഈതർനെറ്റ് എന്ന് പറഞ്ഞ് എഴുതി വരും. വൈഫൈ വഴിയെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ വൈഫൈ എന്ന് പറഞ്ഞ് കാണും. എന്റെ വൈഫൈ വഴിയെ കണക്ട് ചെയ്യണേ. വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് പോലത്തെ ഇങ്ങനത്തെ വരകൾ പോണായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വൈഫൈയിലോട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പാക്കറ്റ്സ് ഇതേപോലെ ഫോണായിട്ട് കാണാൻ പറ്റും. കണ്ടാ? അപ്പൊ ഈ പാക്കറ്റ്സ് പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് സ്ട്രീമിംഗിന്റെ ഇൻഫർമേഷൻ ആട്ടെ. ഇതെല്ലാം ലൈവ് സ്ട്രീമിന്റെ പാക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ സപ്പോസ് നിങ്ങളിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ അനലൈസ് ചെയ്തെങ്കിൽ ഇത് ഓപ്പൺ ആക്കി ഇതേപോലെ പാക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പൊ നിങ്ങൾ എല്ലാവരും ടെലഗ്രാമും വാട്സാപ്പ് എല്ലാം കണക്റ്റഡ് ആണ്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ ടെലഗ്രാമും വാട്സാപ്പ് നിങ്ങൾക്ക് ഒന്നും പ്യുവർ ബ്ലാങ്ക് ആയിരിക്കും, കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരിക്കും, ഒന്നും കാണത്തില്ലായിരിക്കും. നിങ്ങൾ പിന്നെ ഗൂഗിൾ നിൽക്കുമ്പോഴാണ് പിന്നെയാണ് പാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണേ, ഇനിഷ്യേഷൻ ചെയ്യണേ. അതായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങളുടെ എല്ലാ സിസ്റ്റത്തില് ടെലഗ്രാം ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പാക്കറ്റ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ കാളിയിലും കൂടി കാണിക്കുന്നത്. കാളിയിൽ വേറെ ഒന്നും ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്യുവർ ബ്ലാങ്ക് ആയിരിക്കും. ഞാൻ ആ ഫയർഫോക്സിലെ ബ്രൗസർ ഓപ്പൺ ആക്കുമ്പോഴേ പാക്കറ്റ് തെളിയാൻ തുടങ്ങത്തുള്ളൂ. അതായത് ഞാൻ ഇനിഷ്യേഷൻ ചെയ്താലേ പാക്കറ്റ്സ് ഇങ്ങനെ വരത്തുള്ളൂ. ഞാൻ ഇനിഷ്യേഷൻ ചെയ്യാതെ തന്നെ വേറെ എന്നിട്ട് പോലും പാക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സിസ്റ്റം കോംപ്രമൈസ് ആയെന്ന് അതിനർത്ഥം. അപ്പൊ ഇത് പോണ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് സ്ട്രീം നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പാക്കറ്റ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൂടാതെ ടാബ്സും കാര്യങ്ങളെല്ലാം ഓപ്പൺ ആണ്. പിന്നെ ടെലഗ്രാമും ഉണ്ട്, വാട്സാപ്പും ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പാക്കറ്റ്സ് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ ബ്രൗസർ ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല, ടെലഗ്രാം എല്ലാം ക്ലോസ്ഡ് ആണ്, വാട്സാപ്പ് എല്ലാം ക്ലോസ്ഡ് ആണ്, കംപ്ലീറ്റ് ബ്ലാങ്ക് ആണെങ്കിൽ ഒറ്റ പാക്കറ്റ് പോലും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. അപ്പൊ വൺസ് വല്ല പാക്കറ്റ് വല്ല കാണുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഫയൽ കൊടുക്കുക, എന്നിട്ട് സേവ് ആസ് എന്ന് പറഞ്ഞ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കുക, ടെസ്റ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സേവ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ആ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫയൽ കൊടുക്കുക, ആ പാക്കറ്റ് അനലൈസ് ചെയ്ത് ഫയൽ കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ആ ടെസ്റ്റ് എന്ന് പറഞ്ഞ ആ ഫയൽ കൊടുക്കുക, എന്നിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ നേരത്തെ പാക്കറ്റ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റിഗേഷനിലോട്ട് ചെയ്യാൻ നേരത്ത് അവർ തരേണ്ട ഇങ്ങനത്തെ പാക്കറ്റ്സ് ആയിരിക്കും തരുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ അറ്റാക്കറിനെ കണ്ടുപിടിക്കാൻ പറ്റും, അതാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഡെമോ പോലെയാണ് ഇന്നും നാളെ കൊണ്ട് ക്ലാസ്സിൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണത്. അപ്പൊ നമുക്കിത് ഇന്നത്തെ ക്ലാസ് ഞാൻ മാക്സിമം നമുക്ക് എങ്ങനെയാണ് ഒരു ഹാക്കർ സ്റ്റീൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഒരു യൂസർ നെയിം പാസ്വേഡ് സ്റ്റീൽ ചെയ്യാൻ പറ്റുന്നത്, അത് എങ്ങനെയാണ് ഇതിനകത്ത് ഈ വയർ ഷാർക്ക് യൂസ് ചെയ്ത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സംസാരിച്ച് ഞാൻ ചുമച്ച വേറൊരാളാണല്ലോടാ. ഞാൻ ഞാൻ ഇത്ര ഓക്കെ. ഇനി നമുക്ക് കാളിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണേന്ന് നോക്കാം. എന്നിട്ട് കാളിയിലാണ് നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കാളിയുടെ അകത്ത് ഒന്നും ചെയ്യണ്ട, ഓൾറെഡി ഇതിനകത്ത് എല്ലാം സെറ്റാണ്, ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കാളിയിൽ പോവാ, ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ആക്കുക. ടെർമിനൽ ഓപ്പൺ ആക്കിയെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ടെങ്കിൽ ആ ടെർമിനൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+Alt+T എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടെർമിനൽ ഓപ്പൺ ആക്കാം. ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ട് വയർ ഷാർക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിനകത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. വയർ ഷാർക്ക് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് വെർച്വൽ മെഷീൻ ആയതുകൊണ്ട് ഈത്തർനെറ്റ് ആയിരിക്കും കാണുന്നത്. കാരണം ശരിയാണ്, നിങ്ങൾ വൈഫൈ വഴിയെ കണക്ട് ചെയ്തേക്കണം. പക്ഷെ വൈഫൈ കണക്ട് ചെയ്തേക്കണെന്ന് പറഞ്ഞാൽ മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്, അതായത് വിൻഡോസ്. അവിടെ നിന്നാണ് പിന്നെ വെർച്വൽ മെഷീനിലോട്ട് പോകുന്നത്. അപ്പൊ വെർച്വൽ മെഷീൻ അത് ഈത്തർനെറ്റ് ആയിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പൊ ഈ TH1 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ടോപ്പിൽ തന്നെ കാണാൻ പറ്റും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഒറ്റ പാക്കറ്റ്. ഞാനിപ്പോ ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ സ്റ്റാർട്ട് ആവും. നോക്കിക്കുക, ഞാൻ ആ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ സ്റ്റാർട്ട് ആവും. ബ്രൗസർ ക്ലിക്ക് ചെയ്ത് ഇനി ഒന്ന് ഒരു ടാബ് ഓപ്പൺ ആക്കി, കണ്ട, ഇതാണ് ശരിക്കും പറഞ്ഞാൽ വരണ്ടേ. അതായത് ഒന്നും വരില്ല, നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാതെ ഒന്നും പാക്കറ്റ്സ് ജനറേറ്റ് ചെയ്യില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങളുടെ സിസ്റ്റം കോംപ്രമൈസ് ആയോ ഇല്ലേ എന്ന് അറിയാനായിട്ട് ബെസ്റ്റ് മെത്തേഡ് ഇതാണ്. അപ്പൊ ഞാൻ ഇപ്പം ഒന്നുകൂടി ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്യാം, ബ്രൗസർ എല്ലാം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി ഞാനിത് വയർ ഷാർക്ക് ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ആക്കാം. ഒന്നും കാണത്തില്ല, കണ്ടാ, പോയിന്റ് ബ്ലാക്കാ, ഒന്നും വരത്തില്ല. ഞാൻ വൺസ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് കണ്ടാ പിന്നെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഞാൻ ഇനിഷ്യേഷൻ ചെയ്തുകൊണ്ടാണ് പാക്കറ്റ്സ് വരാൻ തുടങ്ങിയത്. ഞാനാണ് ഇനിഷ്യേറ്റ് ചെയ്തേക്കണേ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യാൻ. അപ്പൊ ഇത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യാതെ അവിടുന്ന് എല്ലാം പാക്കറ്റ്സ് ഇങ്ങനെ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ അതിനർത്ഥം നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ്ലി ഏതോ രീതിയിൽ കോംപ്രമൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഗൂഗിൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാം. ഗൂഗിളിലോട്ട് പോവാണ്. അപ്പൊ ഗൂഗിള്, ഫേസ്ബുക്ക് എന്തൊക്കെ നിങ്ങൾക്ക് എന്താ വെബ്സൈറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം ഇതിനകത്തോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് പാക്കറ്റ്സ് ഒന്ന് ക്യാപ്ചർ ആക്കി അത് അനലൈസ് ചെയ്ത് പഠിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു യൂസർ നെയിം പാസ്വേഡ് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് അതും കൂടി നോക്കാം. ഓക്കെ, ഓക്കെ, വൺസ് പാക്കറ്റ്സ് എല്ലാം ജനറേറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. ഫയല് ക്ലിക്ക് ചെയ്യാം, സേവ് ആസ്. എന്തെങ്കിലും ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ് ടെസ്റ്റ് 1. ഓക്കെ, ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടി വയർ ഷാർക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ആ സേവ് ചെയ്ത പാക്കറ്റ്സ് ഓപ്പൺ ആക്കാം. ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ സേവ് ചെയ്ത പാക്കറ്റ് ഓപ്പൺ ആക്കുക. ഇതാണ് നമ്മുടെ പാക്കറ്റ്. അപ്പൊ ഫസ്റ്റ് ഇത് അനലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ശ്രദ്ധിച്ചോ, ആദ്യത്തെ പാക്കറ്റ് എപ്പോഴും നമ്മുടെ ആയിരിക്കണം. അതായത് സോഴ്സ് എപ്പോഴും നമ്മുടെ വഴി, അതായത് നമ്മുടെ IP തന്നെ ആയിരിക്കും, നമ്മുടെ സിസ്റ്റത്തിന്റെ IP ആയിരിക്കണം സോഴ്സ് എപ്പോഴും. അതായത് ഞാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ഇതാണ് എന്റെ IP, സോഴ്സ് IP 10.0.2.15. ഇതാണ് എപ്പോഴും സോഴ്സ്, എപ്പോഴും നമ്മളായിരിക്കണം. ആദ്യത്തെ പാക്കറ്റിൽ എപ്പോഴും സോഴ്സ് നമ്മുടെ തന്നെ ആയിരിക്കണം. ഫസ്റ്റ് പാക്കറ്റ് അറിയാനായിട്ട് ഇവിടെ നമ്പർ 1, സീരിയൽ നമ്പർ 1, 2, 3 അങ്ങനെയൊക്കെ പോയില്ലേ, ഇതാണ് പാക്കറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഈ 10-20 സെക്കൻഡേ നമ്മൾ ക്യാപ്ചർ ചെയ്തോളൂ. അപ്പൊ 10-20 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ എത്ര പാക്കറ്റ്സ് ക്യാപ്ചർ ചെയ്തേക്കണെന്ന് അറിയാം. അതിന്റെ കൗണ്ട് അറിയാനായിട്ട് താഴത്തോട്ട് ഇവിടെ പാക്കറ്റ്സ് 4500 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി കാണും. കണ്ട, ഇത്രയും പാക്കറ്റ്സ് ആണ് ആ ഒരു നിമിഷത്തിൽ ക്യാപ്ചർ ആയത്.
അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കാം നമ്മൾ ആകെ ഗൂഗിളും ഫേസ്ബുക്ക് നമ്മൾ ബ്രൗസ് ചെയ്തോളൂ. പക്ഷെ ആ ഗൂഗിൾ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്ത് ആകെ 2 വെബ്സൈറ്റ് നമ്മൾ നോക്കിയുള്ളൂ. പക്ഷെ ഇത്രയും 4000 കണക്കിന് പാക്കറ്റ്, അതായത് 4500 പാക്കറ്റ്സ് ആണ് വന്നേക്കുന്നത്. എന്തായിരിക്കും കാരണം? നമുക്ക് കാര്യം ശരിയാണ്, നമുക്ക് ഗൂഗിളും ഫേസ്ബുക്കിന്റെ മാത്രമേ നമ്മൾ ബ്രൗസ് ചെയ്തോളൂ, അതിന്റെ വെബ് പേജ് മാത്രമേ നമ്മൾ റിക്വസ്റ്റ് ചെയ്തോളൂ. പക്ഷേ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗൂഗിൾ നമ്മുടെ കുറെ ഡാറ്റ നോക്കുന്നുണ്ട്, ഫേസ്ബുക്ക് നമ്മുടെ കുറെ ഡാറ്റ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കുറെ ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പൊ ഈ ഡാറ്റ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഇതെല്ലാം നമ്മൾ വൺസ് നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി പിന്നെ കോംപ്രമൈസ്ഡ് ആണ്. അവർക്ക് ഏകദേശം നമ്മുടെ ഇൻഫർമേഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ബ്രൗസർ ഏതാണ്, നമ്മളുടെ ലാപ്ടോപ്പ് ഏതാണ്, പിന്നെ ഓരോ ഇൻഫർമേഷൻ, അതായത് നമ്മൾ എന്താ സെർച്ച് ചെയ്യണേ, അപ്പം നമ്മുടെ ലൊക്കേഷൻ ചില സമയത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതുവരെ അവർക്ക് കിട്ടും. ഇതെല്ലാം ആ ഇൻഫർമേഷൻ അവര് ഓരോ നിമിഷ നേരം കൊണ്ട് അവര് ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഓർക്കുക, അതായത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ 10-20 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പാക്കറ്റ്സ് നമുക്ക് കിട്ടി. ഇനി ഇത് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം? ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പാക്കറ്റ്സ് മൊത്തം നിങ്ങളൊരു പ്രൊഫൈലിന്റെ അണ്ടറിലോട്ടായിരിക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഇതിനൊരു ഡീഫോൾട്ട് എന്ന് മാറി നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് ഇത് ആഡ് ചെയ്യണം. പ്രൊഫൈൽ ആഡ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ പ്രൊഫൈൽ ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആ ന്യൂ പ്രൊഫൈലിൽ അവിടെ നിങ്ങളുടെ പേര് കൊടുക്കുക. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പൊ ഇത് നിങ്ങളുടെ പ്രൊഫൈലിന്റെ ലോട്ടായി. ഈ പാക്കറ്റ്സ് മൊത്തം നിങ്ങളുടെ പ്രൊഫൈലിന്റെ അണ്ടറിലായി. ജസ്റ്റ് ആ പ്രൊഫൈൽ നെയിം നിങ്ങൾ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാക്കറ്റ്സ്, അപ്പൊ ഇതിനകത്ത് സീരിയൽ നമ്പർ, അതായത് ഒരു പാക്കറ്റ്, ഇത് എല്ലാം ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആട്ടാ. ഇതെല്ലാം ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ആണ് ഇത് കാണുന്നത് നിങ്ങൾ. അപ്പൊ അതിനകത്ത് ഈ സീരിയൽ നമ്പർ 1, 2, 3 അങ്ങനെ മൊത്തത്തില് 4500 പാക്കറ്റ്സ് ആണ് ടോട്ടലുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പൊ ടൈം നിങ്ങൾ അടുത്ത ഒരു പാരാമീറ്റർ ആണ് ടൈം. അപ്പൊ ടൈമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പാക്കറ്റിന് അടുത്ത പാക്കറ്റിലോട്ട് ഇത്രാണ്ട് മിനിറ്റ് ഡിലേ വരുവാണെങ്കിൽ അതിനർത്ഥം ആ സെർവറിന് എന്തോ നടക്കുന്നുണ്ട്. കാരണം ഇപ്പം സപ്പോസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഗൂഗിള് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് ലോഡ് ആവുമെന്ന് വിചാരിക്കുക, ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗൂഗിൾ ഇത്രയും ബ്രാഞ്ചസിൽ ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഒരു 10 സെക്കൻഡ് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒന്നെങ്കിൽ ആരോ എന്തോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലോഡ് ബാലൻസർ വർക്ക് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് അറിയാം, ഇപ്പൊ ഒരാള് ഇപ്പൊ നിങ്ങളുടെ എക്സാം റിസൾട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും നിങ്ങളുടെ എൻറ്റയർ ആ വെബ്സൈറ്റ് ഷട്ട് ഡൗൺ ആയി കാണും. കാരണം ഇവരുടെ ഈ വെബ്സൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെർവർ ഒന്നെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിലെ എവിടെയെങ്കിലും 1-2 സെർവറേ കാണത്തുള്ളായിരിക്കും. അപ്പൊ എല്ലാവരും കൂടി ആ ടൈമിൽ എല്ലാവരും റിസൾട്ട് നോക്കുമ്പോൾ മൊത്തത്തിൽ അത് അതേ സെയിം അവസ്ഥയാണ്. ഇപ്പം സപ്പോസ് ഗൂഗിളിൽ അങ്ങനെ വല്ല വരുവാന്ന് വിചാരിക്കാം, അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് സ്വിച്ച് ചെയ്യണം. അത് സ്വിച്ച് ചെയ്ത വല്ല കംപ്ലൈന്റ് വല്ല ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ആരെങ്കിലും വല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിലേ നമുക്ക് ഈ ടൈം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനർത്ഥം എന്തോ ഒരു അറ്റാക്കോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ടൈമിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിന് ഇപ്പുറത്തുള്ള ടൈം എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, അതായത് സെക്കൻഡ്, 1 സെക്കൻഡ് 2 സെക്കൻഡ് ഈ പോയിന്റിന്റെ ഇപ്പുറത്തുള്ള കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ഓക്കെ. അപ്പൊ ഈ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണണ്ടേ ഇതിനെ സെക്കൻഡ്സ്, 1 സെക്കൻഡ് വേണ്ട, ഇത് 1 സെക്കൻഡ്, ഇതെല്ലാം 1 സെക്കൻഡ് 1 സെക്കൻഡ്. എന്നിട്ട് പോയിന്റിന്റെ ആദ്യത്തെ 3 എണ്ണം, ആ പോയിന്റിന്റെ റൈറ്റ് സൈഡിലെ ആദ്യത്തെ 3 എണ്ണം മില്ലി സെക്കൻഡ്, അടുത്ത 3 എണ്ണം മൈക്രോ സെക്കൻഡ്, അടുത്ത 3 എണ്ണം നാനോ സെക്കൻഡ്. ഇതാണ് അതിന്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ നാനോ സെക്കൻഡ് വരെയുള്ള ഡിഫറൻസ് തന്നെ വരും. അത് ഫ്യൂച്ചറിലെ കാര്യമാണ്. നിങ്ങൾ ഇത് മാത്രം ബ്ലൂ ടീമിംഗ് മാത്രം പോവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇത് ORShark മാത്രമായിട്ട് പഠിക്കേണ്ടി വരുള്ളൂ. ഇതിന്റെ കുറെ ലാബ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ മാത്രമായിട്ട് കോഴ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവർ നെറ്റിൽ നോക്കിയാലും മതി. ഞാൻ അതിന്റെ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ എല്ലാം ഇതുമെല്ലാം അനലൈസ് ചെയ്യാൻ പഠിക്കാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ബുക്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ.
അപ്പം ഇതിനകത്ത് വല്ല ഡിലേ വല്ലതും നോക്കിക്കഴിഞ്ഞാൽ കണ്ട 1 പിന്നെ 4 സെക്കൻഡിലോട്ടാണ് ചാടിയത്. ചെറിയൊരു ടൈം ഡിലേ ഉള്ളു അത്. അപ്പം ശ്രദ്ധിച്ചാൽ മതി, ഒരു സെർവറിന് അതായത് 151 ആയിരുന്നു ഇത്രയും നേരം പോയിക്കൊണ്ടിരുന്നത് ഈ IP. 151 അവിടെ നിന്നാണ് പിന്നെ 34 പോയേക്കുന്നത്. അപ്പൊ ഈ IP കൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. ഈ IP കൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇപ്പം ഈ പാരാമീറ്റർ മാത്രം നോക്കിയാൽ മതി, ടൈം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ട ഈ ഒരു പാക്കറ്റ് 0.00 സ്റ്റാർട്ടിംഗ് ആണ്, അത് കഴിഞ്ഞ് 0.04, അത് കഴിഞ്ഞ് 0.049, അത് കഴിഞ്ഞ് 0.059. അപ്പം ഈ ഒരു പാക്കറ്റ് ഇൻഡിവിജ്വൽ ടൈം ആണ് ഇതെല്ലാം ഒരു പാക്കറ്റിന്റെ. അതായത് ഈ പാക്കറ്റിന്റെ ടൈം 0.117 ആണ്. അതായത് ഉദ്ദേശിച്ച് ഇത്രേ ഉള്ളൂ, യഥാർത്ഥ ടൈം ആണോ? അതായത് ഓരോ പാക്കറ്റ്സിന്റെ അവരവരുടെ ടൈമാണ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ടൈമില്ലേ, ഇത് പറഞ്ഞ ഒരു സ്റ്റോപ്പ് വാച്ച്, ഒരാൾ ഇങ്ങനെ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കി അങ്ങനെ പാക്കറ്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1, 2, ഇപ്പൊ ഒന്നാമത്തെ പാക്കറ്റിൽ ഇത് പോയി, രണ്ടാമത്തെ, അപ്പം സ്റ്റോപ്പ് വാച്ച് വഴിയാണ്. ഇതിന്റെ ഇൻഡിവിജ്വൽ ടൈം അറിയണമെങ്കിൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡെൽറ്റ T2 മൈനസ് ഡെൽറ്റ T1 കണക്കിൽ പണ്ട് പഠിച്ചതാണ്. അതായത് യഥാർത്ഥ ആ ഒരു ടൈം അറിയാനായിട്ട് ഈ ഡെൽറ്റ T2 ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ടൈം കിട്ടും. അതേപോലെ ഇത് മൈനസ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ടൈം കിട്ടും. അതിപ്പോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ യഥാർത്ഥ ഈ കാണുന്ന ടൈം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ ടൈം അല്ല. ഇതൊരാളൊരു സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കി അതിന്റെ ബേസ് ചെയ്തുള്ള ടൈമാണ് ഇതെല്ലാം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിന്റെ ടൈം അറിയണമെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ യഥാർത്ഥ ടൈം മൈനസ് മേലത്തെ ടൈം മൈനസ് ചെയ്യുമ്പോഴാണ് ഇൻഡിവിജ്വലിന്റെ യഥാർത്ഥ ടൈം മനസ്സിലാക്കുന്നത്. അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി. പിന്നെ ഇതിന്റെ താഴത്തെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നേരത്തെ ഹെക്സാഡെംബ് ആണിത്, കാരണം നിങ്ങൾ അതിന് മുമ്പുള്ള ലാബ് ചെയ്താണ് നിങ്ങൾക്ക്. അപ്പൊ ഏകദേശം ഈ ഫയൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ബാൻഡിത്ത് ലെവൽ 13 നിങ്ങൾ ചെയ്താ, അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇതെന്ത് ഫയലാന്ന് മനസ്സിലായി. ഇത് ഹെക്സാഡെംബിന്റെ ഫയലാണ്. ഇതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ബ്രൗസറിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ പോലും എല്ലാം ഇതിനകത്ത് തന്നെയാണ് എൻകോഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെ വായിച്ചു നോക്കാം, എന്തെന്ന് നോക്കാം. അത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ IP. അപ്പൊ IP എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പാക്കറ്റ് എപ്പോഴും സോഴ്സ് നമ്മുടെ IP ആയിരിക്കണം. അപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാക്കറ്റ് എപ്പോഴും നമ്മുടെ IP ആണ് ഫസ്റ്റ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ. കണ്ട 10.0.2.15. ഇനി രണ്ടാമത്തെ IP ഏതാവനാ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 34.144.191. ഇത് ആരുടെ IP ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എങ്ങനെയാണ് നമ്മൾ നോക്കണേ. കാരണം നിങ്ങൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത്, അപ്പൊ ഇതിന്റെ മേജർ അഡ്വാൻറ്റേജ് വരുന്ന എപ്പോഴാന്ന് അറിയാമോ, നിങ്ങൾ ഈ വയർഷാർക്ക് ഓൺ ആക്കി നിങ്ങൾക്ക് ഒരാൾ ലിങ്ക് തരുവാണ്, ഇത് ഗൂഗിളിന്റെ ഒരു ഫോമാണ്, ഇതൊന്ന് ഫില്ല് ചെയ്തേന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഫില്ല് ചെയ്ത്, ശരിക്കും ഇത് ഗൂഗിളിന്റെ ഫോം ആണോ അതോ വേറെ ഏതെങ്കിലും ഒരു ഹാക്കറുടെ സെർവർ ആണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് തരുവാണ്, നിങ്ങൾക്ക് ഒരു ഐഫോൺ കിട്ടി, ആ ലിങ്ക് യഥാർത്ഥ ഐഫോണിന്റെ തന്നെയാണോ ആപ്പിളിന്റെ തന്നെയാണോ അത് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കുറച്ച് IP കൾ ഓർത്തു വെക്കണം എന്ന് പറഞ്ഞത്, ഗൂഗിളിന്റെ, ആപ്പിളിന്റെ, ഫേസ്ബുക്കിന്റെ. ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ IP ഏതാണെന്ന് നോക്കാം. 34. .160.144.191. അപ്പൊ ഈ IP അറിയാനായിട്ട് നമ്മൾ എളുപ്പത്തിൽ ഷോഡാൻ തന്നെയാണ് യൂസ് ചെയ്യണേ. ആരാടാ വാതിൽ കൊട്ടനൊക്കെ വെച്ച കേൾക്കണല്ലോ? ആരാടാ? ഞാനാ അത് നല്ലോണം കേൾക്കുന്നുണ്ട്, വാതിൽ കൊട്ടന വെച്ചേക്ക്. മൈക്രോഫോൺ അത്രയ്ക്കും മൈക്ക് വല്ല ലാപ്ടോപ്പ് സിസ്റ്റത്തിലാണോ അതോ ഫോണിലാണോ നീ? അല്ല, ഞാൻ ഫോണിന്ന് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ. ഞാനൊരു ഒരു ഡെസ്ക്ടോപ്പ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഹാർഡ് ഡിസ്ക് നട്ട് വെച്ച സൗണ്ട് ആട്ടെ. ഓക്കെ. നല്ല മൈക്രോഫോണിന് നല്ല പവർ ഉണ്ട് കേട്ടോ. മെല്ലടി വെച്ച്. ഓക്കെ, അപ്പൊ IP കോപ്പി ചെയ്ത് നേരെ ഷോഡാനെ കൊണ്ട് പേസ്റ്റ് ചെയ്ത്
അപ്പൊ ഷോർട്ട് പേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ IP ഒന്ന് ഗൂഗിളിന്റെ മനസ്സിലായി. ഇനി അടുത്തെന്ന് പറഞ്ഞ് എത്ര ഗൂഗിളിന്റെ പാക്കറ്റ്സ് ഉണ്ട് അതറിയാനായിട്ട് IP അതേപോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ നിങ്ങളുടെ സെർച്ചിൽ ഇവിടെ മേളിൽ ഒരു അപ്ലൈ ഫിൽട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അവിടെ പോയി IP ഡോട്ട് അഡ്രസ് സ്പേസ് ഈക്വൽ ടു പിന്നെ അവിടെ ഈ IP സ്ഥലത്ത് നമ്മുടെ ഗൂഗിളിന്റെ IP കൊടുക്കുക. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി എനിക്ക് ഇനി എനിക്ക് കാണുന്ന പാക്കറ്റ്സ് എല്ലാം ഗൂഗിളിന്റെ ആണ്. നോക്കിക്കഴിഞ്ഞാൽ 34, 34, 34, 34 എല്ലായിടത്തും ആ പാക്കറ്റിൽ എവിടെയെങ്കിലും 34 ഉണ്ടെങ്കിൽ എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ നേരത്തെ പാക്കറ്റ് ഇങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറഞ്ഞ ഇടയ്ക്ക് 151 കയറി വരികയാണ്. വൺസ് ഞാൻ ആ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ആ 150 എല്ലാം പോയി ഇപ്പൊ എല്ലാം 34, 34, 34. അപ്പൊ പാക്കറ്റിൽ എവിടെയെങ്കിലും 34, 34 എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ എത്ര ഗൂഗിളിന്റെ റിക്വസ്റ്റ് ആണ്, എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 അങ്ങനെ 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 പോയി. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് താഴെ ഡിസ്പ്ലേയില് റൈറ്റ് സൈഡിൽ ആ ഫിൽട്ടർ ചെയ്തേക്കുന്നത് ഡിസ്പ്ലേയുടെ 24 പാക്കറ്റ് ഗൂഗിളിന്റെ ആണ്, 24 പാക്കറ്റ് ഗൂഗിളിന്റെ ആണ്. അപ്പം ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിളിന്റെ പാക്കറ്റ്, ഈ ഗൂഗിള് എല്ലാം ഗൂഗിൾ, ഫേസ്ബുക്ക് ഇവരുടെ എല്ലാവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു ലോക്കിന്റെ ഒരു ചിഹ്നം കാണും. ഏത് വെബ്സൈറ്റ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക്കിന്റെ സിമ്പിൾ കാണും. എന്തിനാന്ന് ഇത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോക്കിന്റെ സിമ്പിള് എന്തായിരിക്കണം ഇത്? അതന്നെ അവിടെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെട്ടെ ഇത്രയും നേരമായിട്ട്. നമ്മുടെ ആ ബാൻഡിന്റെ ലാബില്ലേ അതിനകത്ത് ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ടായിരുന്നു. ഇത് കണ്ട SSL ആൻഡ് TLS, അതാണ് ആ സംഭവം. നിങ്ങൾ കണ്ട ആ ലോക്ക്, എല്ലാ വെബ്സൈറ്റിലും ആ ലോക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ SSL TLS എൻക്രിപ്ഷൻ ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സോഫ്റ്റ്വെയർ പഠിപ്പിച്ചത്. അപ്പൊ ആ വയർ ഷാർക്ക് വെച്ച് ഇതില്ലെങ്കിൽ, അതായത് ഈ SSL TLS ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ യൂസർ നെയിം പാസ്വേഡ്, അതായത് ആ വിക്ടിം എന്തെങ്കിലും ഒരു അതിനകത്ത് ടൈപ്പ് ചെയ്യണമെങ്കിൽ പോലും നമുക്കത് വലിച്ചെടുക്കാൻ പറ്റും. ഇതുള്ളതുകൊണ്ട് മൊത്തത്തിൽ എൻക്രിപ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് SSL TLS എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെയാണ് ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. എല്ലായിടത്തും ഈ ലോക്ക്. അതുകൊണ്ട് ഏതൊക്കെ വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഒന്ന് സെക്യൂർ ആണെന്നാണ് അതിനർത്ഥം. വേറെ ഒന്നല്ല, വേറൊരാൾ നിങ്ങളുടെ നെറ്റ്വർക്കിൽ കയറി അവൻ അഥവാ എന്തെങ്കിലും ബ്രൗസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വല്ലതും പാക്കറ്റ് വല്ലതും ക്യാപ്ചർ ചെയ്യാനുള്ള പോലും അവനൊന്നും മനസ്സിലാകില്ല. കാരണം ഇത് ഈ എൻക്രിപ്ഷൻ ലെവൽ ആയതുകൊണ്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ ഒന്നും അവന് കിട്ടത്തില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വെബ്സൈറ്റ് കയറുമ്പോൾ ഈ ഒരു സംഭവം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നിങ്ങൾ. വേറെ എന്ന് പറഞ്ഞാൽ ഈ വയർ ഷാർക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിന്റെ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ബട്ടൺ പോലെ, അതായത് ഈ എപ്പോഴെപ്പോഴും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ വേണമെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ട് ഒരു ബട്ടൺ പോലെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗൂഗിളിന്റെ പാക്കറ്റ് മാത്രം നോക്കുവാണെങ്കിൽ ജസ്റ്റ് അവിടെ ഗൂഗിളിന്റെ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ എങ്ങനെ ബട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യണേ, അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആ കോപ്പി ചെയ്ത ഫിൽറ്റർ ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ ആ ലേബിളിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന്റെ ഒരു ബട്ടൺ ഇവിടെ ക്രിയേറ്റ് ആവും. വൺസ് നിങ്ങൾ ആ മൊത്തം പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഗൂഗിളിന്റെ മാത്രം അറിയണമെങ്കിൽ, അതായത് ഈ പാക്കറ്റ്സ് ഒന്നും വേണ്ട, എനിക്ക് ഗൂഗിളിന്റെ മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ ജസ്റ്റ് ഗൂഗിളിന്റെ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഗൂഗിളിന്റെ വന്നു. അപ്പൊ അതാണ് ബട്ടൺ ക്രിയേഷൻ. അത് നല്ലൊരു ടൂളാട്ടോ അത്. ഇനി നിങ്ങൾ ഗൂഗിളിന്റെ പാക്കറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യത്തെ 1, 2, 3, 4 ജസ്റ്റ് ഈ പാക്കറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ഗൂഗിള് വർക്ക് ചെയ്യണ, അതായത് നിങ്ങൾ ഈ ബ്രൗസർ എല്ലാം ബ്രൗസ് ചെയ്യുന്നത് TCP എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ യൂസ് ചെയ്താണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. നിങ്ങൾ ഈ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടോ
ഇൻസ്റ്റാഗ്രാമിൽ പോയാലും ഫേസ്ബുക്കിൽ പോയാലും ഗൂഗിളിൽ ജിമെയിൽ കാര്യങ്ങളൊക്കെ ബ്രൗസ് ചെയ്യാനും എല്ലാം അതെല്ലാം യൂസ് ചെയ്യുന്നത്, അതെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. TCP എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോകോളാണ്. TCP എന്ന് പറഞ്ഞ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. അതൊരു 3 വേവ് ഹാൻഡ് ഷേക്ക് ആണ്. എൻക്രിപ്ഷൻ ലെവലിലാണ് ഞാൻ പറഞ്ഞത്. അത് എൻക്രിപ്ഷന് ലെവലിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. 3 വേവ് ഹാൻഡ് ഷേക്ക് ആണ്. സിൻ, സിനാക് ആൻഡ് ആക്, ഇതാണ് ആ 3 വേവ് ഹാൻഡ് ഷേക്ക്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇന്റർവ്യൂ ചോദ്യമാണ് ഇത്, TCP ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞാൽ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന സിൻ, സിനാക് ആൻഡ് ആക്. അപ്പൊ ഈ 3 ഹാൻഡ് ഷേക്ക് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ ഗൂഗിളിന്റെ ബ്രൗസർ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ ഗൂഗിളിന്റെ ബ്രൗസർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരത്തില്ലേ, ഈ ബ്രൗസർ കാണാൻ പറ്റത്തില്ലേ? അത് കാണാൻ പറ്റുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഗൂഗിള് നിങ്ങൾ തമ്മിൽ ആ ഒരു ഹാൻഡ് ഷേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഒരു ബ്രൗസർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾക്ക് ആ പേജ്, ആ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ബ്രൗസർ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് കുറച്ചുകൂടി സെക്യൂർ ആക്കും. അതായത് ഈ 3 വേവ് ഹാൻഡ് ഷേക്ക് ഇതെല്ലാം ഒത്തന്റിക്കേഷന്റെ പ്രൊസീജിയറാണ് ഇത്. അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് കൈമാറിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പേജ് ലോഡായി വരുന്നത്. അപ്പൊ 2 ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ഉണ്ട്. ഒന്ന് TCP ഉണ്ട്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്തൊരു വയർ ഷാക്ക്, ഞാൻ എന്റെ വിൻഡോസ് ഒന്ന് വയർ ഷാക്ക് ഓൺ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി രണ്ടിന്റെ എന്താ വ്യത്യാസം എന്താന്ന് മനസ്സിലാവും. ദിസ് വിൽ എൻഡ് യുവർ എക്സിറ്റിംഗ് പ്രസന്റേഷൻ. ക്യാൻസൽ. അപ്പൊ ഒന്ന് കാളിയിൽ അവിടെ എനിക്ക് TCP ആ കിട്ടിയേ. ഇവിടെ എന്താ കിട്ടണേ നോക്കില്ല. ഇവിടെ കണ്ട ഇടയ്ക്ക് UDP കണ്ട. അപ്പൊ ഒന്ന് TCP എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ ഉണ്ട്, രണ്ടാമത്തെ UDP എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ ഉണ്ട്. TCP എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആ 3 വേവ് ഹാൻഡ് ഷേക്ക് ആണ്. UDP ഇത് രണ്ട് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയണത് ഇതും ഇന്റർവ്യൂവിൽ വരാറുണ്ട് ചോദ്യമായിട്ടാ. അപ്പൊ ഈ UDPയും TCPയും അത് അറിഞ്ഞിരിക്കണം. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ആണ്. അപ്പൊ TCP ഭയങ്കര സെക്യൂർ ആയിരിക്കും. അതായത് ഞാനൊരു സീക്രട്ട് കീ അങ്ങോട്ട് കൊടുത്താലാണ് അവിടുന്ന് ആ സീക്രട്ട് കീ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് ആ ഒരു വെബ്സൈറ്റ്, ഗൂഗിൾ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഏകദേശം ഒരു 3 വേവ് ഹാൻഡ് ഷേക്ക് നടക്കുമ്പോഴാണ് സിൻ ഫസ്റ്റ് പാക്കറ്റ്, സിനാക്ക് രണ്ടാമത്തെ, പിന്നെയാണ് അക്നോളജ്മെന്റ്, പിന്നെയാണ് ആക്ക് വരുന്നത്. അപ്പൊ ആ 3 വേവ് ഹാൻഡ് ഷേക്ക് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഗൂഗിളിന്റെ പേജ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പൊ ഭയങ്കര സെക്യൂർ ആയിരിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ UDP നിങ്ങളിപ്പോ കണ്ട എന്റെ മെയിൻ ആ ഒരു വിൻഡോസ് മെഷീനിൽ കൂടുതൽ ഓടുന്ന UDP ആണ്. അപ്പൊ UDP എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ എന്തൊക്കെ അങ്ങോട്ട് തരുന്നത് അത് അതേപോലെ അവനങ്ങ് വിഴുങ്ങി. അപ്പൊ ഞാൻ എന്തൊക്കെ ഇൻഫർമേഷൻ അവന് കൊടുക്കുന്നു അവൻ അതേപോലെ അക്സെപ്റ്റ് ചെയ്തു. യാതൊരു ക്രോസ് ചെക്കും ഇല്ല, ഒന്നുമില്ല. എന്തൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നോ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ UDPയുടെ ഒരു പ്രശ്നം. അപ്പൊ ഏതാണ് കുറച്ചുകൂടി സെക്യൂർ? ഏതാണ്? TCP ആണോ UDP ആണോ? TCP ആണ് സെക്യൂർ. പക്ഷെ എന്നിട്ട് പോലും ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഞാൻ ഓണാക്കിയപ്പോ മൊത്തം UDP ആ വന്നേ. എന്താ കാരണം? ആർക്കെങ്കിലും ഒന്ന് തല പോയിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുക? ഇതിനകത്ത് ഞാൻ ഓണാക്കുമ്പോ തന്നെ UDP ആ വരണേ. എന്തായിരിക്കും കാരണം? അത് സ്ട്രീമിംഗ് പോലുള്ള സ്ട്രീമിംഗ് പോലത്തെ കാര്യങ്ങൾ. അതായത് ഒരു ലൈവ് ക്രിക്കറ്റ് മാച്ച് നടക്കുവാണ്. ലൈവ് ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോഴാണ് ഞാൻ കീ അങ്ങോട്ട് ഷെയർ ചെയ്ത് ഓക്കെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ 6ഉം 4ഉം അവിടെ പോയി. മനസ്സിലായി? അവിടെ സെക്യൂരിറ്റി പാടില്ല. നിങ്ങൾ ലൈവ് ക്രിക്കറ്റ് മാച്ച് കാണുക, അവിടെ വിരാട് കോഹ്ലി 6 അടിക്കുവാണെങ്കിൽ അത് അപ്പന്നെ നിങ്ങൾ കാണുകയും ചെയ്യണം. അതായത് 10 സെക്കൻഡ് 20 സെക്കൻഡ് കഴിഞ്ഞല്ല കാണണ്ടേ. ഈ ട്രാൻസ്മിഷൻ TCPയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിലേ വരും. കാരണം ഇത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക്. അപ്പൊ ലൈവ് സ്ട്രീമിംഗിൽ നല്ല ഗ്ലിച്ച് വരും ഇടയ്ക്ക്. ആ ഗ്ലിച്ചസ് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് ലൈവ് സ്ട്രീമിംഗ് ഇങ്ങനെ സ്ട്രീമിംഗ് കാര്യത്തിലൊന്നും TCP വർക്ക് ചെയ്തില്ല, അവിടെ UDP. കാരണം സ്ട്രീമിംഗിൽ എന്തിനാ സെക്യൂരിറ്റി? സ്ട്രീമിംഗ് ജസ്റ്റ് അങ്ങ് സ്ട്രീം ചെയ്താൽ മതിയല്ലോ. അതിനകത്ത് സെക്യൂരിറ്റിയുടെ യാതൊരു കൺസേൺ ഇല്ല, വേണ്ട. സെക്യൂരിറ്റി അവിടെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ലൈവ് സ്ട്രീമിംഗ് ഡിലേ ആവും. അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ എനിക്ക് എന്തുകൊണ്ടാണ് ഈ UDP വരാൻ കാരണം, ഞാൻ നിങ്ങളുമായിട്ട് ലൈവ് സ്ട്രീം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ സംസാരിക്കുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്ന എനിക്ക് അതേപോലെ കേൾക്കുകയും ചെയ്യും വിത്തൗട്ട് എനി ഡിലേ. അത് ഈ UDP ഉള്ളതുകൊണ്ടാണ്. അവിടെ TCP വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഡിലേ വരാൻ തുടങ്ങും. ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് വരും. ചിലപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും പതുക്കെ നിങ്ങൾ കേൾക്കുക, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കുക. സോ അങ്ങനത്തെ കുറെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് UDP സ്ട്രീമിങ്ങിന് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. ഇതാണ് രണ്ടിന്റെ ഒരു വ്യത്യാസം.
അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റേ എങ്ങനെയാണ് ഈ സെക്യൂർ അല്ലാത്ത വെബ്സൈറ്റിൽ കയറി അതിനകത്തുള്ള യൂസർ നെയിം പാസ്വേഡ് എങ്ങനെ അത് റിട്രീവ് എടുക്കാൻ നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ജസ്റ്റ് നിങ്ങൾ ലാപ്ടോപ്പിൽ ജസ്റ്റ് ഓൺ ആക്കുക, വയർഷാർക്ക് ഓൺ ആക്കുക, പാക്കറ്റ്സ് കുറച്ച് ക്യാപ്ചർ ചെയ്യുക, സേവ് ചെയ്തിട്ട് ഗൂഗിളിന്റെ മാത്രം IP ഗൂഗിൾ ബ്രൗസ് ചെയ്തിട്ട് ആ ഗൂഗിളിന്റെ പാക്കറ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യുക കേട്ടോ. അത്രയും മാത്രം ചെയ്താൽ മതി ഇന്നത്തെ ടാസ്ക്. എനിക്ക് സമയം തീരാറായെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? 2 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നാളെ നമുക്ക് കുറച്ചുകൂടി എന്തായാലും വയർഷാർക്ക് ഒരു 2 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോവാം. പതുക്കെ പഠിച്ച് തന്നെ പോവാം. കാരണം ഇത് നിങ്ങൾക്ക് നല്ല അത്യാവശ്യമുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ ബാക്കി ഇനി നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോടാ ആർക്കെങ്കിലും? 2 മിനിറ്റ് കൂടി സമയമുണ്ട്. ഇല്ല, ഡൗട്ട് ഇല്ല. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇന്ന് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വയർഷാർക്ക് ഓപ്പൺ ആക്കുക, പാക്കറ്റ്സ് ക്യാപ്ചർ ചെയ്യുക, ഗൂഗിളും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ ബ്രൗസ് ചെയ്യുക. എന്നിട്ട് ആ പാക്കറ്റിനകത്തിന് ഗൂഗിള്, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. അതാണ് ഇന്നത്തെ ടാസ്ക്. ബാക്കി നാളത്തെ ക്ലാസ്സിൽ. അപ്പൊ ശരി, അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു.